കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കാനുള്ള ജനകീയ കൂട്ടായ്മ കാഞ്ഞങ്ങാട് വെച്ച് നടന്നു. റെയിൽവേ പാത പദ്ധതിക്കുള്ള പകുതി വിഹിതം വഹിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ജില്ലയുടെ സമഗ്ര വികസനത്തിന്റെ നാഴികക്കല്ലായി മാറുന്ന കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ റെയിൽവേ പാത പദ്ധതി ചെലവിന്റെ പകുതി വിഹിതം വഹിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. റെയിൽവേ പാത കടന്നുപോകുന്ന കർണാടക സർക്കാരിൽ നിന്നും പദ്ധതിയുടെ പകുതി വിഹിതം നേടിയെടുക്കാൻ കർമ്മസമിതിയുടെയും ജനപ്രതിനിധികളുടെയും വിവിധ കക്ഷി നേതാക്കളുടെയും കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വ്യക്തമാക്കി. സർവേ നടപടികൾ പൂർത്തിയാവുകയും ആദായകരമാണെന്ന് കണ്ടെത്തുകയും ചെയ്ത പദ്ധതിയാണ് കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽവേ പാത. പദ്ധതിയുടെ പകുതി ഭാഗം കർണാടകയിലൂടെ കടന്നുപോകുന്നതിനാൽ പദ്ധതിക്ക് കർണാടക സർക്കാരിന്റെ അനുമതി എത്രയും വേഗം ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിനായി കേരളം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ കർണാടക ഗവൺമെന്റ് ഈ കാര്യത്തിൽ നിലപാടെടുത്താൽ പാണത്തൂർ ഈ പാത നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു വിമുഖതയില്ല. ആവശ്യമായുള്ള പണം സർക്കാർ നൽകാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ വേണ്ടത് കർണാടക ഗവൺമെന്റ് കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഇതിലെടുക്കണം. അതിന് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുക? അവരുടെ ഗവൺമെന്റ് സെക്രട്ടറിമാര് സംസാരിച്ചു, അവരുടെ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു, ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചു. നിരവധി കത്തുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ ആവശ്യം നിരവധി തവണ നമ്മൾ അവരോട് സെക്രട്ടറി തലം മുതൽ ഉള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ചർച്ച നടത്തി. പക്ഷേ ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു നിലപാടെടുക്കാൻ കഴിയാത്തതെന്ന് മനസ്സിലാകും. കേരളത്തിൽ പുതിയ റെയിൽവേ പാത പദ്ധതികൾ നടപ്പാക്കുന്നതിനോട് കേന്ദ്രം വിമുഖത കാട്ടുകയാണ്. സംസ്ഥാനത്ത് ട്രെയിൻ യാത്രക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ റെയിൽവേ വികസനത്തോട് മുഖം തിരിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു. കർണാടക സർക്കാരിൽ നിന്നും കാണിയൂർ പാതയ്ക്ക് അനുകൂലമായ തീരുമാനമുണ്ടായാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മുഖ്യമന്ത്രിതല ചർച്ചയ്ക്ക് കേരളം തയ്യാറാണ്. പൊതുവികസനത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒന്നിക്കണമെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അഭ്യർത്ഥിച്ചു. വികസന പ്രവർത്തനങ്ങൾക്ക് റെയിൽവേ മുൻഗണന നൽകുന്നില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ അതിവേഗ ട്രെയിനുകളുടെ കാര്യം എടുത്താൽ അത് അനുവദിക്കുന്ന കാര്യത്തിലും കേരളത്തിന് അതിയായി ആവശ്യമായുള്ള പരിഗണന കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പൊതുവായുള്ള കാര്യം ഇപ്പോൾ അതിവേഗ ട്രെയിനുകളായാലും സാധാരണ ട്രെയിനുകളായാലും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു പരിഗണനാ വിഷയം എടുത്ത് പരിശോധിച്ചാൽ നിലവിലുള്ള സ്റ്റോപ്പുകൾ പോലും എടുത്തു മാറ്റുന്ന ഒരു പ്രവണത റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാരുടെ യാത്രാ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കിയ കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഞങ്ങൾ കോടിക്കണക്കിന് രൂപ നഷ്ടമാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള സൗജന്യങ്ങളൊന്നും അനുവദിക്കാൻ പറ്റുകയില്ല എന്നാണ് അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത്. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. ജനറൽ കൺവീനർ സി കെ ആസിഫ് സ്വാഗതം പറഞ്ഞു. കോടോംപള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ മനോജ്, കുറ്റിക്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം, വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് എം സി ജോസ്, സി പി ബാബു, എം പി ജാഫർ, വി കമ്മാരൻ, അജയൻ നെല്ലിക്കാട്ട്, വ്യാപാരി സമിതി പ്രസിഡന്റ് മഹമ്മൂദ് മുറിയനാവി, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം, പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ, കർമ്മസമിതി വൈസ് ചെയർമാൻ സി യൂസഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.